ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കൊരു പുഡിങ്ങിൻ്റെ ടേസ്റ്റിലും ആ ഒരു സോഫ്റ്റ്നെസ്സിലും ഒരു ഓറിയോ കേക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാൻ ഇവിടുത്തെ 30ൻ്റെ ഒരു ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ആ ഓറിയോ ബിസ്ക്കറ്റ് ഓരോന്നായിട്ട് ഫുള്ളെടുത്ത് ബൗളിലേക്ക് ഇട്ടു. ബൗളിലേക്ക് ഇട്ടതിന് ശേഷം പിന്നെ അത് ക്രീമും അതിൻ്റെ ബിസ്ക്കറ്റും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോന്നെടുത്ത് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. അതിന് ശേഷം നമ്മുടെ ബിസ്ക്കറ്റ് മാത്രമുള്ളതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് കുതിർത്താൻ വെക്കുകയാണ്. നന്നായി കുതിർത്താൻ വെച്ച് നന്നായി ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ആ ക്രീം മാറ്റി വെച്ചതിൽ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുക. അതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് പാൽപ്പൊടിയാണ്. പാലാണ് ചേർക്കുന്നതെങ്കിൽ പാൽപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ വെള്ളം ചേർത്തുകൊണ്ടാണ് പാൽപ്പൊടി ചേർത്തത്. അതും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുത്തു. എല്ലാം നന്നായി മിക്സ് ചെയ്ത് വന്നു. അതിന് ശേഷം നമ്മൾ ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ അത് വേവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ ഒരു പാത്രം എടുത്ത് അതിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു. ചോക്ലേറ്റിൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ട് അടച്ചു വെച്ചു. ഒരു 40 മിനിറ്റാണ് തീ സ്ലോ ആക്കി വെച്ചിട്ട് ഞാൻ വേവിച്ചത്. ഒട്ടി പിടിക്കാത്ത രീതിയാകുമ്പോൾ നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും അതുപോലെ തന്നെ ഓറിയോ ബിസ്ക്കറ്റും വെച്ചിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, അടിപൊളിയാണ്, നല്ല സോഫ്റ്റാണ്, കാണാനും ലുക്കാണ്, ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. കമൻറ്റിൽ അറിയിക്കണേ ട്രൈ ചെയ്തോന്ന്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.